ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് റീഡറിലെ ബാലൻസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയോടുന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ കുട്ടി നരേറ്റർ ബുക്സ് വായിക്കുന്ന കാര്യം വരെയാണ് നമ്മൾ പറഞ്ഞതല്ലേ. ബനിയൻ ട്രീയുടെ മുകളിൽ പ്ലാറ്റ്ഫോം കിട്ടി അവൻ്റെ ഫ്രീ ടൈമിൽ അവൻ ബുക്സ് വായിക്കുന്ന കാര്യം പറയുകയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമുക്ക് താഴത്തേക്ക് പോവാം. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the Hadley Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? പുസ്തകം വായിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് പുസ്തകം വായിക്കാൻ തോന്നാത്തിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ബനിയൻ ട്രീയുടെ മുകളിൽ കയറി അതിൻ്റെ ലീവ്സിൻ്റെ ഇലകളുടെ ഇടയിൽ കൂടെ താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, ആദ്യം ഒരു ഗ്രാൻഡ് മദറിനെ നോക്കിയല്ലേ. അപ്പോൾ ഗ്രാൻഡ് മദർ നോക്കിയപ്പോൾ ഗ്രാൻഡ് മദർ എന്താ ചെയ്യുന്നത്? ഒന്നുപോലെ അലക്കിയ തുണികൾ വിരിച്ചിടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഉണങ്ങിയ തുണികൾ അകത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും ഗ്രാൻഡ് മദർ ചെയ്യുന്ന ജോലി അവൻ കാണുന്നത്. പിന്നെ അടുത്തത് കുക്ക് എന്താണ് ചെയ്യുന്നത്? കുക്ക് ഫ്രൂട്ട് വെൻഡർ എന്ന് പറഞ്ഞാൽ പഴമൊക്കെ വിൽക്കുന്ന ആളായിട്ട് എന്തോ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ക്വാറലയാണ്, എന്തോ തമ്മിൽ തല്ലുകൂടുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് ഫാദർ എന്താണ് ചെയ്യുന്നത്? ഗ്രംബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറുപിറുക്കുക. ഗ്രാൻഡ് ഫാദർ പിറുപിറുക്കുകയാണ്. എന്തിനെ കുറിച്ച് ഓർത്തിട്ടാണ്? ഗ്രാൻഡ് ഫാദർ അവിടെ ഒരു ഇംഗ്ലീഷ് ഗാർഡൻ നട്ടു വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ത്യൻ മാരിഗോൾഡ്സ്, ഇന്ത്യൻ ജമന്തി എല്ലാ സമയത്തും പൂത്തു നിൽക്കും. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ഈ ഇംഗ്ലീഷ് ഗാർഡൻ്റെ ഇടയിൽ ഈ ഇന്ത്യൻ മാരിഗോൾഡ്സിനെ കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ ഗ്രാൻഡ് ഫാദർ എപ്പോഴും ഗ്രംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ. എന്താണ്, പുതിയതായിട്ടൊന്നും ഞാൻ നോക്കുമ്പോൾ ഒന്നും നടക്കാറില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് എന്താണ്, ഞാനൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ച കണ്ടു എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്, റസ്കിൻ ബോണ്ട് പറയുന്നത്. ആ ദിവസം ഉച്ച കഴിഞ്ഞ് ഞാനൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച ആ സമ്മർ മൊത്തം നീണ്ടു നിൽക്കുന്ന എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ സംഭവം നമുക്ക് നോക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. എന്താണ് ഞാൻ കണ്ടത്? മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി, നമുക്കറിയാം കീരി. കോബ്ര എന്താണ്? പാമ്പ്. കോബ്ര സ്നേക്കാണ്. അപ്പോൾ എന്താണ്, അവരുടെ രണ്ടുപേരുടെ ഫൈറ്റാണ് ഞാൻ കാണുന്നത് ഗാർഡനിൽ വെച്ചിട്ട്. അവർ രണ്ടുപേരുടെ ഫൈറ്റ് എന്താണ്, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ ആ ബനിയൻ ട്രീയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബനിയൻ ട്രീയുടെ തൊട്ട് താഴെ വന്നാണ്, എൻ്റെ നേരെ താഴെ വന്നാണ് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ഞാൻ ഫൈറ്റ് എങ്ങനെ നടന്നു എന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സ്പെൻഡ് എവ്രി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോഴ്സ്. എന്താണ്, ഒരു ഏപ്രിൽ മാസത്തെ ഒരു ഉച്ചതിരിഞ്ഞുള്ള സമയമായിരുന്നു. എന്താണ്, ചൂട് കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. സമ്മർ, വേനൽക്കാലം വരുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല ചൂട് കാറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ ആ ചൂട് കാരണം എല്ലാവരും വീടിൻ്റെ അകത്തേക്ക് പോയി, ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ അടക്കം എല്ലാവരും വീടിൻ്റെ അകത്തേക്ക് പോയി. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. എന്താണ്, അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഡ്രൗസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെന്നുണ്ടെങ്കിൽ മയക്കം വരുന്നുണ്ട്. നരേറ്റർ പറയാണ് കുട്ടിക്ക് മയക്കം വരുന്നതുകൊണ്ട് തന്നെ അവൻ ആലോചിക്കുകയാണ്, വീടിൻ്റെ ബാക്കിൽ ഒരു പോണ്ടുണ്ട്, ഒരു കുളമുണ്ട്, അവിടെ പോയി ഒന്ന് നീന്തിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ എന്ത് കാണുന്നത്? When I saw a huge black cobra gliding up of a clump of cactus and making for some cooler part of the garden. എന്താണ്, അപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു കറുത്ത തടിയുള്ള ഒരു വലിയ കോബ്ര, പാമ്പ്. എന്താണ്, ഈ കാക്ടസിൻ്റെ അല്ലേ, കള്ളിമുൾ ചെടിയുണ്ട്, ആ കള്ളിമുൾ ചെടിയുടെ അവിടെ നിന്ന് നീങ്ങുകയാണ്. ചൂട് കാരണം എന്താണ്, കുറച്ച് തണുത്ത പ്രദേശത്തേക്ക്, ആ ഗാർഡൻ്റെ തണുത്ത പ്രദേശത്തേക്ക് ആ കള്ളിമുൾ ചെടിയുടെ ഉള്ളിൽ നിന്ന് നീങ്ങുന്നതാണ് നമ്മുടെ കുട്ടി കാണുന്നത്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen emerged from the bushes and went straight for the cobra. അപ്പോൾ അതേസമയം തന്നെ ആരെയും കണ്ടു പുള്ളി? മംഗൂസ്. ആ ചൈൽഡ് ഒരു മംഗൂസ് കീരീനെയും കണ്ടു. വെൻ ഐ ഹാഡ് ഓഫൺ സീൻ, മംഗൂസിനെ അവൻ എപ്പോഴും
പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്താണ്, മംഗൂസ് ബുഷിൻ്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു, ചാടി വന്ന് നേരെ കോബ്രയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ രണ്ടുപേരും, കോബ്ര ഒരു സൈഡിൽ നിന്ന്, കീരി അടുത്ത സൈഡിൽ നിന്ന് നേരെ നിൽക്കുകയാണ് അല്ലേ. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. എന്താണ്, അപ്പോൾ അവരുടെ ഇടയ്ക്കുള്ള തടസ്സങ്ങളൊക്കെ മാറി എന്താണ്, അവർ നല്ല സൂര്യപ്രകാശത്തിൽ എന്താണ് നേർക്ക് നേരെ ഫേസ് ടു ഫേസ് അവർ എത്തിക്കഴിഞ്ഞു. ഞാൻ എന്താണെന്ന് നോക്കാം നമുക്ക്. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദി ഗ്രീൻ മംഗൂസ് 3 feet ലോങ് വാസ് എ സൂപ്പർ ഫൈറ്റർ, ക്ലവർ ആൻഡ് അഗ്രസീവ്. എന്താണ്, കോബ്രയ്ക്ക് അറിയാം എന്താണ് ഈ കീരി എന്ന് പറയുന്ന മംഗൂസ് എന്ന് പറയുന്നത് എന്താണ്, ഈ 3 അടി നീളമുള്ളൂ കീരിക്ക്. പക്ഷേ അവൻ ഒരു സൂപ്പർ ഫൈറ്ററാണ്, നല്ല ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്, ബുദ്ധിശാലിയാണ്. ആൻഡ് അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് റെഡി ടു അറ്റാക്ക് എന്നാണ് അഗ്രസീവിൻ്റെ മീനിങ്. എപ്പോൾ ആയാലും അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ജീവിയാണ് മംഗൂസ് എന്ന് നമ്മുടെ കോബ്രയ്ക്ക് അറിയാം. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. കോബ്രയ്ക്കും നല്ല കഴിവുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്ററാണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേർക്കും, ഇപ്പോൾ കോബ്രയ്ക്ക് കുറച്ച് പ്രായം ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കാമെന്നാണ് ആ പാരഗ്രാഫ് നമ്മൾ പറയുന്നത്. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. എന്താണ്, കോബ്രയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ. കോബ്ര എങ്ങനെയാണ് മൂവ് ചെയ്തത്, സ്വിഫ്റ്റ്ലി, ഇങ്ങനെ പെട്ടെന്നായിരിക്കും കോബ്രയുടെ മൂവ്മെൻറ്റ് അല്ലേ. സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്പീഡിലത് കൊത്തുകയും ചെയ്യും. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വർ ഫുൾ ഓഫ് വെനം. എന്താണ്, ആ പല്ലിൻ്റെ ഇടയിൽ ഒരു സഞ്ചി ഉണ്ട് അല്ലേ, അവർക്ക് സാക്ക് ഉണ്ട്. ആ സാക്ക് നിറച്ചു എന്താണ്, വിഷമാണെന്നാണ് ആ നരേറ്റർ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പാമ്പിൻ്റെ വിഷം ഇരിക്കുന്ന സ്ഥലം അല്ലേ, ആ വിഷപ്പല്ല് ഉണ്ടെന്നാണ് ഇവിടെ നമ്മുടെ നരേറ്റർ പറയുന്നത്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അപ്പോൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. കീരിയും മോശക്കാരനല്ല, സ്നേക്കും മോശക്കാരനല്ല, രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് കാണും. ഇറ്റ് വാസ് ടു ബി ബാറ്റിൽ ഓഫ് ചാമ്പ്യൻ. അപ്പോൾ രണ്ടുപേരും ചാമ്പ്യന്മാരാണ് അല്ലേ. അപ്പോൾ ഇവിടെ നല്ലൊരു നല്ലൊരു യുദ്ധം തന്നെ നടക്കുമെന്ന് ആര് മനസ്സിൽ കരുതി, നരേറ്റർ ആ കുട്ടി മുകളിലിരുന്ന് ഇങ്ങനെ മനസ്സിൽ കരുതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നല്ലൊരു യുദ്ധം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. അപ്പോൾ നമ്മൾ പാമ്പിനെ ഒന്നുകൂടെ വർണ്ണിക്കുകയാണ്. ഹിസ്സിങ് ഡിഫൈൻസ് പറഞ്ഞാൽ എന്താണ്, ആ ഹിസ്സിങ് എന്നർത്ഥം എന്താ, ഹിസ്സിങ് പാമ്പിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് ഹിസ്സിങ് സൗണ്ടാണ്, അതാണ് ഞാൻ ഹിസ്സിങ് എന്ന് പറയുന്നത്. ഹിസ്സിങ് ഡിഫൈൻസ് ആക്രമിക്കാൻ തയ്യാറായി. ഹിസ് ഫോക്ക് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ഫോക്ക്ഡ് ടങ് എന്ന് പറഞ്ഞാൽ എന്താ, പാമ്പിൻ്റെ നാക്കിൻ്റെ പ്രത്യേകതയാണ് അറ്റം പിളർന്ന് അണക്കിയൊരിക്കുക. ഫോർക്ക് കണ്ടിട്ടുണ്ട് അല്ലേ, അതാണ് ഫോക്ക്ഡ് ടങ് എന്ന് പറയുന്നത്. ഫോർക്കിൻ്റെ ഷേപ്പിലാണ് പാമ്പിൻ്റെ നാക്കിരിക്കുന്നത്. ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്കും അകത്തേക്കും ഇട്ടുകൊണ്ടിരിക്കുകയാണ് നാക്ക്. The cobra raised 3 of his 6 feet off the ground. 6 അടിയിൽ നിന്ന് 3 അടി അവൻ ഗ്രൗണ്ടിൽ ഉയർന്നു നിന്ന് എന്ത് ചെയ്തു, അവൻ്റെ വിരിഞ്ഞ തിളങ്ങുന്ന പത്തി അങ്ങോട്ട് വിടർത്തി. അതാണ് ഹി സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ് എന്ന് പറയുന്നത്. ദ മംഗൂസ് ബുഷ് ഹിസ് ടെയിൽ. അപ്പോൾ മംഗൂസും കീരിയും മോശക്കാരനല്ല. കീരി എന്ത് ചെയ്തു, കീരിയും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് അവൻ്റെ അവൻ്റെ ടെയിൽ അവനെ വാല് കണ്ട് നിവർത്തി. എപ്പോഴും കീരി ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ വാല് അങ്ങനെ നിവർത്തി പിടിച്ചായിരിക്കും ഫൈറ്റ് ചെയ്യുക. അപ്പം ഫൈറ്റ് ചെയ്യാൻ റെഡിയാന്നുള്ള അർത്ഥത്തിൽ മംഗൂസ് എന്ത് ചെയ്തു, ബുഷ്ഡ് ഹിസ് ടെയിൽ, വാല് നിവർത്തി. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. എന്താണ്, അവൻ്റെ മേത്ത് രോമങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്നു. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. എന്താണ്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവൻ്റെ ആ ഹെയർ അല്ലേ, അവൻ്റെ ആ രോമമുണ്ട്, ആ രോമത്തിൻ്റെ കട്ടി കാരണം പല കടികളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. വിച്ച് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടി വേറൊരാൾക്കാണ് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് മരണം സംഭവിച്ചേക്കാം. അത്രയും മാരകമായ കടിയിൽ നിന്ന് പോലും അവൻ്റെ ആ കട്ടിയുള്ള രോമം കാരണം ആ കീരി രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫേറ്റൽ ടു അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം സംഭവിച്ചേക്കാം. ഇപ്പോൾ വേറെ ആരെങ്കിലും കടിച്ചേർന്നെങ്കിൽ അവർക്ക് മരണം സംഭവിച്ചേക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഫേറ്റൽ, വിച്ച് ക്യാൻ കോസ് ഡെത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. എന്താണ്, അപ്പോൾ ഈ കമ്പാറ്റൻസ് എന്ന് പറയുന്നവരാണ് എതിരാളികൾ. ഇപ്പോൾ ഇവിടെ എതിരാളികൾ ആരൊക്കെയാണ്, സ്നേക്കും
മംഗൂസും അല്ലേ. ഈ സ്നേക്കിനും മംഗൂസിനും ഈ കുട്ടിയുടെ എൻ്റെ പ്രസൻസ് അവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ മരിയൻ ട്രീയുടെ മുകളിലിരിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എന്താണ്, പെട്ടെന്ന് തന്നെ 2 സ്പെക്ടേറ്റേഴ്സ് കൂടി അവിടെ എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാണികൾ കൂടി ഈ സംഭവം നടക്കും, ഇവരുടെ ഫൈറ്റ് കാണാനായിട്ട്, ഈ ഫൈറ്റ് നടക്കുന്നിടത്തേക്ക് 2 സ്പെക്ടേറ്റേഴ്സ് എന്ന് വെച്ചാൽ കാണികൾ കൂടി എത്തി. 2 പേര് ആരാണെന്ന് നോക്കാൻ പോണത്. വൺ വാസ് എ മൈന ആൻഡ് അതർ വാസ് എ ജംഗിൾ ക്രോ, നോട്ട് ദ വൈലി അർബൻ ക്രോ. എന്താണ്, ഒരാളെന്ന് പറയുന്നത് ഒരു മൈനയാണ്, അടുത്ത ആൾ ഒരു ജംഗിൾ ക്രോ ആണ്. ജംഗിൾ ക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോട്ട് ദ വൈലി അർബൻ ക്രോ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. വൈലി അർബൻ ക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബുദ്ധിശാലിയായ പട്ടണത്തിലെ കാക്കയല്ല എന്നാണ് അർത്ഥം. അപ്പോൾ പാവം ഒരു കാട്ടിലെ കാക്കയാണ്. ഈ നാട്ടിലെ കാക്കകൾ ഭയങ്കര ബുദ്ധിശാലികളാണ്. അവർക്ക് എന്താണ്, ആളുകളുടെ മൂവ്മെൻറ്റ്, അപ്പോൾ മീനൊക്കെ എടുത്തുകൊണ്ട് പോകണം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അവർ വളരെ ആളുകളുടെ മൂവ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് അവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ജംഗിൾ ക്രോ അങ്ങനെയല്ല, നാട്ടിലെ ക്രോ പോലെയല്ല. They had seen these preparations for battle and had settled on the catches towards the outcome. എന്താണ്, അപ്പോൾ ഇവർ കൊത്താൻ റെഡിയായിട്ട് നിൽക്കണ കീരിനെയും പാമ്പിനെയും കണ്ടു. മൈനയും കാക്കയും കീരിനെയും പാമ്പിനെയും കണ്ടു. അവരുടെ പ്രിപ്പറേഷൻസ്, അവർ കൊത്താൻ അവരുടെ അംഗത്തിന് തയ്യാറായി നിൽക്കുന്നവർ കണ്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഇത് കാണാൻ വേണ്ടിയിട്ട് ആ കാക്ടസ്, ഒരു കള്ളിമുൾ ചെടി ഉണ്ടല്ലേ, ആ കള്ളിമുൾ ചെടിയുടെ അവിടെ ഇരുന്നു. എന്താണ് ഇവൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ബാറ്റിൻ്റെ അവസാനം, ആരായിരിക്കും ജയിക്കണേ, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് അവർ കാക്ടസ് കള്ളിമുൾ ചെടിയിൽ ഇരിക്കുകയാണ്. They had been content only to watch, all would have been well with both of them. എന്താണ്, ഇപ്പോൾ അവർ കാണികളായിട്ട് അവിടെ ഇരുന്നായിരുന്നെങ്കിൽ അവർക്ക് തന്നെ നല്ലതായിരുന്നു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെന്താണ് മനസ്സിലാക്കുന്നത്, അവർ കാണികളായിട്ട് ഇരുന്നില്ല, അവർ ഈ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് കയറുന്നുണ്ട് അല്ലേ. അത് നമുക്ക് കഥ ബാക്കി താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഓദർ പറയാണ്, അവരവിടെ തന്നെ ഇരുന്നായിരുന്നു, കാണികളായിട്ട് അവിടെ തന്നെ ഇരുന്നായിരുന്നെങ്കിൽ അവർക്ക് നല്ലതായിരുന്നു എന്ന് ഒരു സെൻറ്റൻസ് കൂടി ഓദർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഥ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഇനി കോബ്ര എന്താ ചെയ്തതെന്ന് നോക്കാം. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. എന്താണ്, പാമ്പിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പാമ്പ് എന്താണ്, ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്, ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയാണ്. സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡിന് പയ്യെ ഇങ്ങനെ ആടാണ്. നിങ്ങൾക്ക് പാമ്പൊക്കെ പത്തി വിടർത്തി ആടണം കണ്ടിട്ടുണ്ടാവും അല്ലേ. അതേപോലെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് പയ്യെ എന്താണ് ആടിക്കൊണ്ടിരിക്കുകയാണ്. ട്രൈങ് ടു മെസ്മറൈസ് എന്താ, മംഗൂസിനെ ഒരു ഹിപ്നോട്ടൈസ്, മയക്കാനായിട്ടാണ് ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ ആടുന്നത്. പാമ്പിൻ്റെ കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജീവിയായാലും ഒന്ന് മയങ്ങിപ്പോവും. അപ്പോൾ മയങ്ങണ സമയത്തായിരിക്കും ഈ കോബ്ര അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ, മംഗൂസിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് മയക്കാൻ വേണ്ടിയിട്ട് ഈ കോബ്ര ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പയ്യെ സ്വേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആടിക്കൊണ്ടിരിക്കുകയാണ്. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. പക്ഷേ മംഗൂസിനറിയാം, മംഗൂസ് ഇതിന് മുമ്പ് കുറേ കീരിയും പാമ്പും അല്ല, എപ്പോഴും കടിവെട്ടുന്ന മൃഗങ്ങളാണ്. അപ്പോൾ ഈ കീരിയും ഇതിന് മുമ്പ് കുറേ പാമ്പുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിൻ്റെ പവർ എന്താണ്, ഒപ്പോണൻസ് ഗ്ലാസ് പോലെയുള്ള അൺവിങ്കിങ്, ചിമ്മാത്ത കണ്ണുകളുടെ പവർ ആർക്കറിയാം, മംഗൂസിനറിയാം. അതുകൊണ്ട് തന്നെ മംഗൂസ് ആ റിഫ്യൂസ് ടു മീറ്റ് ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കണ്ണിലേക്ക് നോക്കാൻ തയ്യാറായില്ല. ഇൻസ്റ്റഡ് ഹി ഫിക്സ് ഹിസ് ഗേസ് അറ്റ് എ പോയിൻറ്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. എന്താണ്, അവൻ എവിടേക്കാണ് നോക്കിയത്, ആ കോബ്രയുടെ പത്തിക്ക് താഴെയുള്ള ഒരു പോയിന്റിലേക്ക് അവൻ്റെ ദൃഷ്ടി ഉറപ്പിച്ചു. അവൻ അറ്റാക്കിന് റെഡിയായി. എന്താണെന്ന് നോക്കാം. അറ്റാക്ക് തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച് ഹി മെയ്ഡ് എ ഫെയിൻ ടു വൺ സൈഡ്. എന്താണ്, അപ്പോൾ എന്താണ്, പെട്ടെന്ന് മുന്നിലേക്ക് ചാടി കോബ്രയുടെ അടുത്ത് എത്താറായ സമയത്ത് അവൻ എന്താണ്, ഒരു ഫാൾസ് മൂവ്, പെട്ടെന്ന് മുന്നിലേക്ക് ചാടി ആ സൈഡിൽ കൂടെ ഓടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കോബ്ര മംഗൂസിൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞ് കൊത്തും. അപ്പോൾ മംഗൂസ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ചാടി ബാക്കിൽ കോബ്രേനെ കടിക്കും. ഫെയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾസ് മൂവ്, ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നടത്തുന്ന ഒരു നീക്കത്തെയാണ് ഫെയിൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്, ശരിക്കും നീങ്ങില്ല, പക്ഷേ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആ വഴി പോകുമെന്ന് ഒരു ഫാൾസ് മൂവാണ്,
പാമ്പ് അപ്പോൾ ആ വഴിക്ക് തിരിഞ്ഞ് അവിടെ കൊത്താൻ വേണ്ടിയിട്ടാണ് ഈ മങ്കൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് മങ്കൂസ് ഇവിടെ അതേപോലെ തന്നെ എന്താണ് ഫ്രണ്ടിലേക്കൊന്ന് ചാടി, ഒരു തെറ്റായി പാമ്പിനെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്കൊന്ന് ചാടി, പക്ഷേ അവൻ പോയില്ല, ഫ്രണ്ടിലേക്കൊന്ന് ചാടി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്റ്റക്ക്. അപ്പോൾ അവൻ ആ വഴിക്ക് ചാടി എന്നോർത്ത് പെട്ടെന്ന് തന്നെ കോബ്ര ആഞ്ഞ് കൊത്തി. പക്ഷെ അവന് കൊത്തിയിട്ടില്ല. അതൊരു ഫോൾസ് മൂവായിരുന്നു. അവൻ ചാടണ പോലെ കാണിച്ചുള്ളൂ, പക്ഷെ ചാടിയിട്ടില്ല. പക്ഷേ നമ്മുടെ കോബ്ര അവൻ ചാടിയെന്ന് വിചാരിച്ച് കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മങ്കൂസ്. എന്താണ് അപ്പോൾ ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കുട്ടി വിചാരിച്ചു കീരിയുടെ കാര്യം കഴിഞ്ഞത് തന്നെ. അത്രയും പെട്ടെന്നാണ് ആ കോബ്ര കുത്തിയത്. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. എന്താണ് പക്ഷേ ഈ ലിറ്റിൽ ഫെല്ലോ, ഈ കീരി എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് മാറി. എന്താണ് ഈ പാമ്പ് ചെയ്ത പോലെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്തു, കോബ്രയുടെ ബാക്കിൽ, കോബ്രയുടെ പുറകിൽ നിന്നാണ് കീരി ആക്രമിച്ചത്. കോബ്രയുടെ ആ പിറകിൽ അവൻ ആക്രമിച്ച് പെട്ടെന്ന് തന്നെ ഈ കോബ്രയ്ക്ക് എത്താൻ പറ്റുന്ന ദൂരത്തു നിന്ന് അപ്പുറത്തേക്ക് നീങ്ങി. ഇനി കോബ്ര തന്നെ കൊത്തൂലോ, അപ്പം ആക്രമിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് ദൂരത്തേക്ക് അവൻ നീങ്ങി. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrinking at each other, they returned to the cactus plant. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ കോബ്ര കൊത്തണ മൂമെൻറ്റ് വന്നു അല്ലേ. ആ കോബ്ര കൊത്താൻ മൂമെൻറ്റിൽ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ രണ്ട് കാണികളോട് ഇരിപ്പുണ്ടായല്ലേ. ആ കാണികളായ ക്രോയും മൈനയും എന്താണ് ഹേർഡ് ദംസെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഇനി പെട്ടെന്ന് ഭയങ്കര ചിറകൊക്കെ വീശി എണീറ്റു. എന്നിട്ട് എന്താണ് ചിറകൊക്കെ വീശി അവൻ ഈ പാമ്പിൻ്റെ അടുത്തേക്ക് ചെന്നെങ്കിലും അവർ രണ്ടുപേരും തമ്മിലിടിച്ച് എന്ത് ചെയ്തു, ഇടിച്ചു. അവർ തന്നെ ഒച്ചയൊക്കെ ഉണ്ടാക്കി. ഷേക്കിംഗ് അറ്റ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കുക, അതാണ് അവരുടെ സൗണ്ടിനെ ഷേക്കിംഗ് അറ്റ് ഈച്ച് അതർ എന്ന് പറയുന്നത്. അവർ ഇടിച്ച് അത് കാരണം തന്നെ അവരെന്ത് ചെയ്തു, ആ കാറ്റസ് ചെടിയിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണാം, ആ കോബ്ര കൊത്തന മൊമെൻറ്റിൽ എന്ത് ചെയ്തു, ക്രോയും മൈനയും കൂടി ഒച്ചയുണ്ടാക്കി എയറിലേക്ക് ചാടി. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഇടിച്ച് തന്നെ അവരെന്ത് ചെയ്യും, ആ കാറ്റസ് പ്ലാന്റിൽ തന്നെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലാണ് 13th പേജിലാണിത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 11th 12th പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ, പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. കോബ്ര ഒരു ഗുഡ് ഫൈറ്ററാണ്, ഒരു നല്ലൊരു ഫൈറ്ററാണ്. ആ കോബ്ര ഉപയോഗിക്കാനുള്ള ഫൈറ്റിംഗ് ടെക്നിക്സ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്, നമുക്ക് ഫൈറ്റിംഗ് ടെക്നിക്സ് ഏതാണെന്ന് ആ സെക്കൻഡ് പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ട്രൈങ് ടു മെസ്മറൈസ് ദ ഒപ്പോണൻറ്റ്. എങ്ങനെയാണ്, ഒരു ടെക്നിക്കാണ്. എങ്ങനെ, സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ട്രൈങ് ടു മെസ്മറൈസ് ദ കോമ്പാറ്റൻറ്റ് എന്നാണ് അതിൻ്റെ ആൻസർ. എന്താണ്, അത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് പയ്യെ ആടി എന്താണ് അതിൻ്റെ ഒപ്പോണൻറ്റിനെ അല്ലെങ്കിൽ കോമ്പാറ്റൻറ്റിനെ അത് മയക്കാൻ ശ്രമിക്കും. മെസ്മറൈസ് ദ കോമ്പാറ്റൻറ്റ്. അപ്പം അങ്ങനെ മയക്കിയിട്ട് ആക്രമിക്കുകയാണ് നമ്മുടെ കോബ്രയുടെ ഒരു രീതി. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് അത് എഴുതാം. എന്താണ്, ദ കോബ്ര swaying slowly from side to side, trying to mesmerize the combatant അല്ലെങ്കിൽ the opponent നമുക്ക് പറയാം. ഇനി 10th ക്വസ്റ്റ്യൻ എന്താണ്, the mongoose proved that he was clever. Can you cite any instance of his cleverness? എന്താണ്, പക്ഷേ മംഗൂസ് തെളിയിച്ചു അവൻ ബുദ്ധിമാനാണെന്ന് തെളിയിച്ചു. അതിന് ആ സന്ദർഭം, അവന് ബുദ്ധിമാനാണെന്ന്, മംഗൂസ് ബുദ്ധിമാനാണെന്ന് നിങ്ങൾക്ക് തോന്നിയ സന്ദർഭം ഒന്ന് രേഖപ്പെടുത്താനാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആ ബുദ്ധിമാനാണെന്ന് തോന്നിയ സന്ദർഭം? ഫസ്റ്റ് ഈ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. മൂവിങ് ഫോർവേഡ് ക്വിക്കിലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, ഹി മെയ്ഡ് ഫെയിൻറ്റ് ടു വൺ സൈഡ്. അതാണ് ഫെയിൻറ്റ് ടു വൺ സൈഡ്, ഒരു തെറ്റായ എന്താണ് ഒരു സ്റ്റെപ്പ് എടുത്തു, അല്ലെങ്കിൽ തെറ്റായ ഈ പാമ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ആരെടുത്തത്, മംഗൂസ് എടുത്തത്. കാരണം എന്താ, അവൻ്റെ ബുദ്ധിശാലിയാണ് അല്ലേ, അവനറിയാം ആ വഴിക്ക് കോബ്ര കൊത്തും, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഫാൾസ് മൂവാണ് അവൻ എടുത്തത്. അവൻ ശരിക്കും ചാടിയില്ല, അവൻ വ്യാജമായിട്ട് ആക്രമിക്കാൻ പോയില്ല, വ്യാജ ആക്രമണം എന്ന് പറയും. അല്ലെങ്കിൽ ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മൂവ് എടുത്തു. അതാണ് നമ്മുടെ മംഗൂസിൻ്റെ ക്ലെവർനെസ്. അപ്പോൾ എന്നതിന് ഉത്തരമായിട്ട് എന്ത് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് പാരഗ്രാഫിലെ
അത് തന്നെ എഴുതാം. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. അതാണ് അതിൻ്റെ ഉത്തരം. ഇതാണ് ഒരു ഫാൾസ് മൂവ് കൊടുത്തു. ഈ പാമ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ നമ്മുടെ മംഗൂസ് കാണിച്ചത് അല്ലേ. അപ്പോൾ ആണ് അതിൻ്റെ ഉത്തരം. മംഗൂസ് ബുദ്ധിമാനാണെന്ന് ആ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് മുമ്പത്തെ നമ്മൾ പേജ് നമ്പർ 11 ഒരു 6th ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? അപ്പം എന്ത് സംഭവമാണ് ആ ബോയ്ക്ക് ആ സമ്മർ മുഴുവൻ ഓർത്ത് വെക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ്, ആകാംക്ഷ കൊടുത്ത സംഭവം ഇതിൻ്റെ എന്തായിരുന്നു എന്നാണ് ചോദ്യം. എന്തായിരുന്നു സംഭവം? He saw a fight of mongoose and a cobra അല്ലേ. അതിൻ്റെ ആൻസർ ആ സെക്കൻഡ് പാരഗ്രാഫിൽ തന്നെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഹി സോ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. അതാണ് അതിൻ്റെ ഉത്തരം. എന്താണ് അവന് എക്സൈറ്റ്മെൻറ്റ് കൊടുത്തത്? എന്താണ് ആ ഫൈറ്റാണ് അവന് എക്സൈറ്റ്മെൻറ്റ് കൊടുത്തത് അല്ലേ. അപ്പോൾ ഹി സോ എ മംഗൂസ് ആൻഡ് കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. അതായിരുന്നു അതിൻ്റെ ആൻസർ. How did the cobra regard his opponent? Were they true warriors? അപ്പോൾ കോബ്ര എങ്ങനെയാണ് അവൻ്റെ ഒപ്പോണൻറ്റിനെ കണ്ടത്? കോബ്രയുടെ ഒപ്പോണൻ്റ് ആരായിരുന്നു? കോബ്രയുടെ ഒപ്പോണൻ്റാണ് നമ്മുടെ മംഗൂസ്. അപ്പോൾ മംഗൂസ് എങ്ങനെയാണെന്നാണ് കോബ്ര വിചാരിച്ചത്? അത് നമുക്ക് ആ പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കോബ്ര ന്യൂ only too well that the grey mongoose 3 feet long was a superb fighter, clever and aggressive. എന്താണ്? കോബ്രയ്ക്ക് അറിയാം അവൻ്റെ ഒപ്പോണൻ്റായ മംഗൂസ് സൂപ്പർ ഫൈറ്ററാണ്, ബുദ്ധിമാനാണ്, അതേപോലെ തന്നെ അഗ്രസീവ്, എപ്പോഴായാലും അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ജീവിയാണ് നമ്മുടെ കോബ്രയ്ക്ക് അറിയാം. അതാണ് കോബ്ര ആ ഒപ്പോണൻറ്റിൻ്റെ അതിൻ്റെ ആൻസർ. ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പോണൻറ്റ്? എങ്ങനെയാണ് കോബ്ര അവൻ്റെ ഒപ്പോണൻറ്റിനെ കണ്ടതെന്നുള്ള ആൻസറാണിത്. കോബ്ര ന്യൂ only too well that the grey mongoose 3 feet long was a super fighter, clever and aggressive. Were they true warriors? അവർ രണ്ടാളും ട്രൂ വാരിയേഴ്സ് ആയിരുന്നു. രണ്ടുപേരും ട്രൂ വാരിയേഴ്സ് ആയിരുന്നു അല്ലേ. കോബ്രയും കീരിയും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ട്രൂ വാരിയേഴ്സ് ആയിരുന്നു. 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? എങ്ങനെയാണ് മംഗൂസ് സ്നേക്ക് ബൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്? എങ്ങനെയാണ്? മംഗൂസ് ബുഷ് ഹിസ് ടെയിൽ, ഹിസ് ലോങ് ഹെയർ ഓൺ ദ സ്പിൻ സ്റ്റുഡ് അപ്പ് അല്ലേ. അതാണ് അവൻ്റെ വാല് ഉയർത്തി അവൻ്റെ ശരീരത്തിലെ രോമങ്ങളൊക്കെ എണീറ്റുന്നു. അപ്പോൾ ആ തിക്കുള്ള രോമം കൊണ്ട് എന്താണ് അവന് പാമ്പിൻ്റെ കടി പെട്ടെന്ന് ഏൽക്കില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. ആ കട്ടിയുള്ള രോമങ്ങൾ അവൻ എണീപ്പിച്ച് നിർത്തി. അപ്പോൾ കട്ടിയുള്ള രോമങ്ങൾ എണീപ്പിച്ച് നിർത്തുമ്പോൾ എന്താ പറ്റുക? അവന് ആ പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതാണ് അതിൻ്റെ 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ജസ്റ്റ് നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെച്ചാലും മതി. നിങ്ങളത് മനസ്സിലാക്കുക. മാഷ് നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസറൊക്കെ തരുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളൂ. നിങ്ങളപ്പോൾ നോട്ടിലേക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ ആൻസറൊക്കെ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇത്രയും ഇപ്പോൾ പാഠത്തിൻ്റെ ഏകദേശം നമ്മൾ പകുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പോർഷൻ കൂടെ ഉണ്ട്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുത്തു തരാം. അപ്പോൾ എല്ലാവരും പുസ്തകം വായിക്കുക, പുതിയ വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതി അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് വേറെ ക്ലാസ്സായിട്ട് നാളെ കാണാം.